ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. അപ്പോൾ ഗൈസ്, നാളെ കലാശ പോരാട്ടത്തിനായി ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടുകയാണ്. എന്നാൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണ് നാളെ കൊമ്പുകോർക്കുന്നത്. കാരണം ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത രണ്ട് ടീമുകൾ, ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക. മികച്ച ഫോമിലുള്ള രണ്ട് ടീമുകൾ എന്ന് തന്നെ പറയാം സുഹൃത്തുക്കൾ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഒരു T20 വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്നത്. അവരുടെ ലെജൻസായ എബി ഡെവിലിയേഴ്സിനും ഡെയിൽ സ്റ്റെയിനും ആൽബി മോർക്കൽ, മോണി മോർക്കൽ, ആഷിം മംല എന്നിവരെ കൊണ്ട് പറ്റാത്തത് നമ്മുടെ ഏഡൻ മാക്രൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി സാധിച്ചിരിക്കുകയാണ്. എന്നാൽ 2007 ശേഷം ഇന്ത്യ വീണ്ടും T20 വേൾഡ് കപ്പിൽ മുത്തമിടോ എന്ന് നമുക്ക് നാളെ കണ്ടു തന്നെ അറിയാൻ പോകുന്നത്. ICC ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഇതാദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 2014 T20 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഇന്ത്യയ്ക്കായിരുന്നു. എന്നാൽ ഈ വേൾഡ് കപ്പിലെ കാര്യമെടുത്താൽ ഇരു ടീമുകളും അവരുടെ സൂപ്പർ 8ലും ഗ്രൂപ്പ് ഘട്ടത്തിലും ഒന്നാമതായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളിൽ നിന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. എന്നാൽ നാളെ വിജയിക്കുന്ന ടീമിന് മറ്റൊരു റെക്കോർഡും കൂടി ഉണ്ടാവും. കാരണം ഇതുവരെ തോൽവി അറിയാതെ വിജയിച്ച T20 ചാമ്പ്യൻസ് എന്ന റെക്കോർഡും ആ ടീമിന്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നെതർലാൻഡ്സ്, നേപ്പാൾ എന്നിങ്ങനെയുള്ള ടീമുകൾക്കെതിരെയാണ് സൗത്ത് ആഫ്രിക്കയുടെ വിജയം. എന്നാൽ സൂപ്പർ 8ൽ എത്തിയപ്പോൾ ഇംഗ്ലണ്ടിനെയും വെസ്റ്റ് ഇൻഡീസിനെയും അവർ പരാജയപ്പെടുത്തി. അങ്ങനെ ചരിത്രം കുറിച്ച് സെമിയിലെത്തിയ അഫ്ഗാനിസ്ഥാനെ മടക്കി അയച്ചിട്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ ഫൈനൽ എൻട്രി. അതേസമയം അയർലാൻഡ്, പാകിസ്ഥാൻ, USA എന്നിങ്ങനെ ടീമുകൾക്കെതിരെ വിജയിച്ചാണ് ഇന്ത്യ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായത്. എന്നാൽ സൂപ്പർ 8ലാവട്ടെ ബംഗ്ലാദേശിനെയും അഫ്ഗാനിസ്ഥാനെയും മൈറ്റി ഓസീസിനെയും കീഴടക്കിയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ എൻട്രി. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട് ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റേത്. അപ്പോൾ അവസാനമായി ICC ട്രോഫി നേടുന്നത് 2013 ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചായിരുന്നു. എന്നാൽ 11 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ICC ട്രോഫിക്ക് വേണ്ടി. ഈ വർഷം, അതായത് നാളെ, ഇന്ത്യ വിജയിക്കുമെന്നും ട്രോഫി നേടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. നമുക്ക് മാച്ച് ഡീറ്റെയിൽസിലേക്ക് വരാം സുഹൃത്തുക്കളെ. നാളെ ജൂൺ 29 നടക്കുന്ന ഫൈനൽ ബാർബഡോസിലെ കെന്നിങ്സ്റ്റൺ ഓവലിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിൽ അമ്പയർമാരായി ക്രിസ് ഗഫനി, റിച്ചാർഡ് എല്ലിംഗ്വർത്ത് ആണ്. എന്നാൽ തേർഡ് അമ്പയറായി റിച്ചാർഡ് കെറ്റിൽബർഗിനെയും നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നാളത്തെ ആവേശകരമായ മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.